ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സെമസ്റ്ററിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന പേപ്പറിൽ ലാസ്റ്റ് മൊഡ്യൂളായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അപ്പം അതിൽ ലാസ്റ്റ് ഏരിയ എടുക്കുന്നതിന് മുമ്പായിട്ട് ഫസ്റ്റ് കുറച്ച് തിയറി ഭാഗങ്ങളൊന്ന് ജസ്റ്റ് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം. ഫസ്റ്റ്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് യൂസിങ് എ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ടു ഡ്രോ കൺക്ലൂഷൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. അപ്പോൾ ആദ്യം എന്താണ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്, എന്താണ് പോപ്പുലേഷൻ പാരാമീറ്റർ എന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു ഏരിയയിൽ മൊത്തം അല്ലെങ്കിൽ ഒരു കോളേജിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കിൻ്റെ ഒരു ആവറേജ് നമുക്കറിയണം. അപ്പം അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികളുടെ ഒരു ആവറേജ് മാർക്ക് കണ്ടുപിടിക്കുന്നു. ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ 100 കുട്ടികളുടെയും മാർക്കിലെ ഒരു ആവറേജ് കണ്ടുപിടിക്കുന്നു. അവരുടെ മൊത്തം മാർക്ക് ആഡ് ചെയ്ത് 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവരുടെ ആവറേജ് മാർക്ക് കിട്ടുന്നു. അപ്പോൾ അതിനെ പോപ്പുലേഷൻ മീൻ എന്ന് പറയും. അവരുടെ ആവറേജ് മാർക്ക് ഫോർ എക്സാമ്പിൾ 60 എന്ന് കിട്ടി. ദാറ്റ് ഈസ് പോപ്പുലേഷൻ പാരാമീറ്റർ. മൊത്തം ആ ആളുകളെ തമ്മിൽ സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മളൊരു അതിൽ നിന്നും കണ്ടെത്തുന്നതാണ് പോപ്പുലേഷൻ പാരാമീറ്റർ. ചില സാഹചര്യങ്ങളിൽ നമുക്ക് എണ്ണം കൂടുമ്പോൾ നമ്മൾ അതിൽ നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ 100 പേരെ സ്റ്റഡി ചെയ്യാൻ പ്രയാസമാകുമ്പോൾ 5 പേരെ ആ ക്ലാസ്സിൽ നിന്നും സെലക്ട് ചെയ്ത് 5 പേരുടെ മാർക്കിൻ്റെ ഒരു ആവറേജ് കണ്ടുപിടിക്കും. അതിന് സാമ്പിൾ മീൻ, അങ്ങനെ സാമ്പിൾ മീനിനെയൊക്കെയാണ് എന്ത് പറയുന്നത്? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്. ഈ 5 പേരുടെ മാർക്കിൻ്റെ ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് ആ മൊത്തം പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും, ഒരു കൺക്ലൂഷനിലെത്തും. ഈ 5 പേരുടെ മാർക്ക് ഫോർ എക്സാമ്പിൾ ഒരു 65, 62 ആണ്. അപ്പോൾ നമ്മൾ പറയും ഈ ക്ലാസ്സിൽ ഒരു ഏകദേശം ആവറേജ് 62 ആണ്. അങ്ങനെ മൊത്തം പോപ്പുലേഷനെ കുറിച്ച് ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് യൂസിങ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക് ടു ഡ്രോ കൺക്ലൂഷൻസ് അബൌട്ട് ദ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുന്നതിന് വേണ്ടി സാമ്പിൾസ് ഉപയോഗിക്കുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. Then statistical inference deals with 2 types of problems. They are testing of hypothesis and estimation. ഓക്കെ, ഇനി എന്താണ് ഹൈപ്പോത്തസിസ് എന്ന് നോക്കാം. ഹൈപ്പോത്തസിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് സബ്ജക്റ്റ് ടു വെരിഫിക്കേഷൻ. എന്താണോ നമ്മൾ വെരിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് ഹൈപ്പോത്തസിസ്. In other words, we can say hypothesis is an assumption made about the population parameter. നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്ററിനെ കുറിച്ച് എത്തുന്ന ഒരു അസംഷനാണ്. അസംഷൻ ഫോർ എക്സാമ്പിൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എംപ്ലോയീസിന് ഒരു പുതിയൊരു ട്രെയിനിങ് കൊടുക്കുകയാണ്. ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരുടെ വർക്കിംഗ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും. അതൊരു അസംഷനാണ്. അല്ലെങ്കിൽ ഈ ട്രെയിനിങ് കൊടുത്തതുകൊണ്ട് എംപ്ലോയിക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കില്ല. അത് മറ്റൊരു അസംഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണോ ഒരു കാര്യത്തിനെ കുറിച്ച് പഠനം നടത്താൻ പോകുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് മുൻകൂട്ടി നമ്മളൊരു അസംഷൻ ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഹൈപ്പോത്തസിസ്. Then what is testing of hypothesis? Testing of hypothesis is the process of examining whether the hypothesis formulated by the researcher is valid or not. നമ്മൾ സെറ്റ് ചെയ്ത്, അപ്പോൾ ഈ റിസർച്ചർ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊറോണയ്ക്കെതിരെയുള്ള വാക്സിൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വാക്സിൻ എഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ റിസർച്ചർ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യും. ഒരു വാക്സിൻ കണ്ടുപിടിച്ചിട്ട് അത് കുറച്ച് സാമ്പിൾസിലാണ് ചെയ്യുന്നത്. എന്നിട്ടാണത് നമ്മൾ പോപ്പുലേഷനിൽ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒരു 5-6 പേരിലാണ് സാമ്പിൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒരു അസംഷൻ ഉണ്ടാവും. എന്ത്? ഈ വാക്സിൻ കൊണ്ട് ഈ എന്താ പറയുക, ഈ കൊറോണ എന്നുള്ള അസുഖത്തെ ഭേദമാക്കാൻ പറ്റും എന്നുള്ളതാവാം ഒരു അസംഷൻ. പറ്റില്ല എന്നുള്ളതാവാം, ഇത് എഫക്റ്റീവ് ആവില്ല എന്നുള്ളതാവും മറ്റൊരു അസംഷൻ. അപ്പോൾ ആ ഒരു റിസർച്ചർ സെറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് വാലിഡ് ആണോ അല്ലയോ എന്ന് എക്സാമിൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. The main objective of the hypothesis testing is testing whether to accept or reject the hypothesis. എന്തിനാണ് ഈ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നടത്തുന്നത്? ഈ റിസർച്ചർ സെറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. അതായത് അത് എഫക്റ്റീവ് ആണ് എന്നതാവും ചിലപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ്. അത് അക്സെപ്റ്റ് ചെയ്യണോ അത് റിജക്റ്റ് ചെയ്യണോ? അപ്പോൾ ഒരു 5-6 പേരിൽ സാമ്പിൾസിൽ ഇത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അത് എഫക്റ്റ് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ചിലപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയർ ഓഫ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്.
ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെറ്റപ്പ് എ ഹൈപ്പോത്തസിസ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ടു സെറ്റപ്പ് എ ഹൈപ്പോത്തിസിസ് അബൌട്ട് ദ പോപ്പുലേഷൻ പാരാമീറ്റർ. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യാണ് വേണ്ടത്. നോർമലി ദ റിസർച്ചർ ഹാസ് ടു സെറ്റ് 2 ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഒരു റിസർച്ചർ ഒരു സ്റ്റഡി നടത്തുന്നതിന് മുമ്പായി 2 തരം ഹൈപ്പോത്തിസിസ് ആണ് സെറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. And what is null hypothesis? Null hypothesis is the original hypothesis. It states that there is no significant difference between sample and population regarding a particular matter under consideration. എന്താണ് നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ? അത് ഒരു ഒറിജിനൽ ഹൈപ്പോത്തിസിസ് ആണ്. ഈ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് സാമ്പിളും പോപ്പുലേഷനും തമ്മിൽ ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദർ ഈസ് no significant difference between sample and population. And a null hypothesis is denoted by H0. അപ്പോൾ null hypothesisനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന H0 ആണ്. ഒരു എക്സാമ്പിൾ ഇത് അവിടെ പറയുന്നത്, സപ്പോസ് വി വാണ്ട് ടു ടെസ്റ്റ് വെദർ എ മെഡിസിൻ ഇസ് എഫക്റ്റീവ് ഇൻ ക്യൂറിങ് ക്യാൻസർ. ഒരു ക്യാൻസറിനുള്ളൊരു മെഡിസിന് കണ്ടുപിടിച്ചു, അത് എഫക്റ്റീവ് ആണോ, അത് ക്യാൻസർ ഭേദമാക്കാൻ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഹെൻസ് ദ null hypothesis will be stated as follows. അപ്പോൾ എങ്ങനെയാണ് null hypothesis എഴുതുക? H0, that is the medicine is not effective in curing cancer. There is no significant difference is given medicine and other medicine in curing cancer disease. ഇത് പ്രത്യേകിച്ച് ഇത് ക്യാൻസർ ക്യൂർ ചെയ്യുന്നതിന് എഫക്റ്റീവ് അല്ല. നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്ന് വരുന്നതാണ് എന്ത്? നൾ ഹൈപ്പോത്തസിസ്. അത് എന്താണോ റിസർച്ചർ ഡിസ്പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രൂവ് ചെയ്യാനല്ല, ഡിസ്പ്രൂവ് ചെയ്യാൻ എന്താണോ ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഈസ് നൾ ഹൈപ്പോത്തിസിസ്. ഈ നൾ ഹൈപ്പോത്തിസിസ് ആണ് ഒറിജിനൽ ഹൈപ്പോത്തിസിസ്. അപ്പോൾ അത് ആദ്യം സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ദാറ്റ് ഈസ് H0. അതിൻ്റെ അർത്ഥം ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നാണ് ഇത്. അതുകൊണ്ട് ഈ എക്സാമ്പിൾ നോക്കുക. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. ഇത് ക്യാൻസറിനുള്ളൊരു മരുന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് എന്തല്ല, എഫക്റ്റീവ് അല്ല എന്നാണ് ഇവിടെ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്യുന്നത്. അപ്പം ഇനി എന്താണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നോക്കാം. എനി ഹൈപ്പോത്തിസിസ് അതർ ദാൻ നൾ ഹൈപ്പോത്തിസിസ് ഈസ് കോൾഡ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. നമ്മൾ ഈ ഒറിജിനൽ ഹൈപ്പോത്തിസിസ് ആയ നൾ ഹൈപ്പോത്തിസിസ് അല്ലാതെ സെറ്റ് ചെയ്യുന്നതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, റിസർച്ചർ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. വെൻ എ നൾ ഹൈപ്പോത്തിസിസ് ഈസ് റിജക്റ്റഡ് വി അക്സെപ്റ്റ് ദ അതർ ഹൈപ്പോത്തിസിസ് നോൺ ആസ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ഇപ്പം നൾ ഹൈപ്പോത്തിസിസ്, ഇപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തത് ആ മെഡിസിൻ ക്യാൻസറിനെ ഭേദമാക്കില്ല എന്നാണ്. പക്ഷേ അത് ഫോൾസ് ആണ്, ഭേദമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തിസിസ് അവിടെ റിജക്റ്റ് ചെയ്യുന്നു. നമ്മളവിടെ സെറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് തെറ്റാണ്. എന്താണ്? ആ മെഡിസിൻ അവിടെ ആ അസുഖത്തെ ഭേദമാക്കുന്നുണ്ട്, നമ്മൾ സെറ്റ് ചെയ്തത് ഭേദമാക്കില്ല എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നമ്മളത് റിജക്റ്റ് ചെയ്യുന്നു. അത് റിജക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് അക്സെപ്റ്റ് ചെയ്യും? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യും. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഈസ് ഡിനോട്ടഡ് ബൈ H1. അപ്പോൾ ഇതിൽ എക്സാമ്പിൾ H1 നോക്കുക. മുമ്പത്തെ അതേ എക്സാമ്പിൾ, ദ മെഡിസിൻ ഈസ് എഫക്റ്റീവ് ഇൻ ക്യൂറിങ് ക്യാൻസർ. ദാറ്റ് മീൻസ് there is significant difference between the given medicine and other medicine in curing cancer disease. അപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട്, മാറാൻ സാധ്യത, ക്യാൻസറിന് എഫക്റ്റീവ് ആണ് ആ മരുന്ന്. ക്ലിയർ? അപ്പോൾ ഇതാണ് നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, സെറ്റപ്പ് എ സ്യൂട്ടബിൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തിസിസ് സെറ്റ് ചെയ്തു, അതിനുശേഷം ചെയ്യേണ്ടത് ഒരു സ്യൂട്ടബിൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് സെറ്റ് ചെയ്യേണ്ടതാണ്. ആഫ്റ്റർ സെറ്റിംഗ് അപ്പ് ഹൈപ്പോത്തിസിസ് ദ റിസർച്ചർ ഹാസ് ടു സെറ്റ് അപ്പ് സ്യൂട്ടബിൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് ദ probability with which we may reject the null hypothesis when it is true. അപ്പോൾ എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് ദ probability with which we may reject a null hypothesis when it is true. ഒരു null hypothesis ട്രൂ ആയിട്ടും ശരിയായിട്ടും അത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത. അതായത് null hypothesis ട്രൂ ആയിരുന്നു എന്നിട്ടും അത് റിജക്റ്റ് ചെയ്തു. സാധാരണ ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുന്നത്, ഇഫ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് 5%, it means that it will long run the researcher is rejecting true null hypothesis 5 times out of every 100 times. That means 95% കോൺഫിഡൻസ്. അത് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം എടുക്കണമെങ്കിൽ അതിൽ 5 പ്രാവശ്യം നമ്മൾ ശരിയായത്, അതായത് നൾ ഹൈപ്പോത്തിസിസ് ശരിയായിട്ടും റിജക്റ്റ് ചെയ്തു റിസർച്ചർ. അതിൻ്റെ അർത്ഥം എന്താണ്? 95% കറക്റ്റ് ആണ്, കോൺഫിഡൻസ് ആണ് അവിടെ.
കാരണം 5% നമ്മൾ ശരിയായിട്ടും റിജക്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ് 95% നമ്മൾ എന്താണ് ശരിയായത് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പം 95% കോൺഫിഡൻസ് ആണ്. അപ്പോൾ സാധാരണയായിട്ട് 5% ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ 1% ആണ് എടുക്കുക. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആൽഫ എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ആൽഫ അല്ലെങ്കിൽ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്? probability of rejecting null hypothesis when it is true. Generally level of significance എടുക്കുന്നത് 1% or 5%. അതായത് 5% നമ്മൾ ചിലപ്പോൾ ശരിയായിട്ടും റിജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1% ആവാം. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡിസൈഡ് എ ടെസ്റ്റ് ക്രൈറ്റീരിയൻ. അപ്പോൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിക്കണം എന്നാണ്. ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതിൽ സെഡ് ടെസ്റ്റ് ആവാം, പാരാമെട്രിക് ആവാം, നോൺ പാരാമെട്രിക് ആവാം. സെഡ് ടെസ്റ്റ്, ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, എഫ് ടെസ്റ്റ് തുടങ്ങിയ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ടെസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വേണം നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനെന്നുള്ളത് തീരുമാനിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? അപ്രോപ്രിയേറ്റ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മേക്കിംഗ് ഡിസിഷൻ. നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു? ഫൈനലി വി മേ ഡ്രോ എ കൺക്ലൂഷൻ ആൻഡ് ടേക്ക് ഡിസിഷൻസ്. അതായത് നമ്മൾ എയ്തർ ടു അക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. നമ്മൾ സെറ്റ് ചെയ്ത ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ തീരുമാനിക്കുന്നു. എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ മോർ ദാൻ ദ ടേബിൾ വാല്യൂ. നമുക്കൊരു ടേബിൾ ഉണ്ട്, എഫ് ടെസ്റ്റിനായാലും കൈ സ്ക്വയറിനായാലും, ആ ടേബിളിലെ വാല്യൂസിനേക്കാളും കൂടുതലാണ് കാൽക്കുലേറ്റഡ് വാല്യൂ കിട്ടുന്നതെങ്കിൽ വി റിജക്റ്റ് നൾ ഹൈപ്പോത്തിസിസ് ആൻഡ് അക്സെപ്റ്റ് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. തിരിച്ചാണെങ്കിൽ, അതായത് കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്ത പ്രോബ്ലങ്ങളിലും നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് എറേഴ്സ് ഇൻ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. നമ്മളൊരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വരുന്ന എറേഴ്സ്, ഇത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്, എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. അപ്പോൾ 4 പോസിബിലിറ്റീസ് ആണ് വരുന്നത്. അതായത് നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മളെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കേസ് വരുന്നത് എന്ത് വരാം? അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. നമ്മൾ സെറ്റ് ചെയ്ത നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. സെക്കൻഡ് എന്ത് പോസിബിലിറ്റി ഉണ്ട്? റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫാൾസ്. നൾ ഹൈപ്പോത്തിസിസ് ഫാൾസ് ആയിരുന്നു, അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്തു. മൂന്നാമത്തത് റിജക്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഒരു നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിരുന്നു എന്നിട്ടും റിജക്റ്റ് ചെയ്തു. നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇവിടെയാണ് വരുന്നത്. ദെൻ അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. നമ്മളൊരു നൾ ഹൈപ്പോത്തിസിസ് തെറ്റായിരുന്നു എന്നിട്ടും നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. ഇതിൽ ഈ ആദ്യത്തെ 2 എന്താണ്? കറക്റ്റ് ആണ്. പക്ഷെ 3 and 4 എന്താണ്? എറേഴ്സ് ആണ്. മൂന്നാമതെന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂ ആയിട്ട് നമ്മളത് റിജക്റ്റ് ചെയ്തു ഹൈപ്പോത്തിസിസ്. ഇവിടെ എന്താണ്? ഫോൾസ് ആയിട്ട് നമ്മളത് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ എറർ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റായ ഒരു കാര്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഇതും തെറ്റാണെങ്കിൽ ഇത് നമ്മളെ ബാധിക്കുന്നില്ല, പക്ഷെ ഇത് വലിയൊരു തെറ്റാണ്, ആ സ്റ്റഡീനെ മൊത്തം ബാധിക്കും. ഫോൾസ് ആയ ഒരു ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. അപ്പോൾ 2 എറേഴ്സ് ഉണ്ട്. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ദ എറർ കമ്മിറ്റഡ് ബൈ റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഒരു ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ട് നമ്മളത് റിജക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആൽഫ. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 1 എറർ. നമ്മൾ നേരത്തെ പറഞ്ഞു ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തന്നെ. റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. ഒരു ഹൈപ്പോത്തിസിസ് ശരിയായിട്ടും നമ്മളതിനെ റിജക്റ്റ് ചെയ്തു. ടൈപ്പ് 2 എറർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എററാണ്. ദാറ്റ് ഈസ് എറർ കമ്മിറ്റഡ് ബൈ അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. ഒരു നൾ ഹൈപ്പോത്തിസിസ് തെറ്റായിരുന്നു എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഏറ്റവും വലിയ എറർ ഏതാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് 2 എറർ ആണ്. ദ ടൈപ്പ് 2 എറർ ഈസ് ഡിനോട്ടഡ് ബൈ ബീറ്റ. അപ്പോൾ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് ടൈപ്പ് 2 എറർ. ദാറ്റ് മീൻസ് അക്സെപ്റ്റിംഗ് നൾ ഹൈപ്പോത്തിസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടൈപ്പ് 1 എറർ എന്ന് പറഞ്ഞാൽ ഒരു നൾ ഹൈപ്പോത്തിസിസ് ട്രൂ ആയിട്ടും നമ്മൾ അതിനെ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. ഇവിടെ നൾ ഹൈപ്പോത്തിസിസ് ഫോൾസ് ആയിരുന്നു എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ദിസ് ഈസ് ടൈപ്പ് 1 എറർ ആൻഡ് ദിസ് ഈസ് ടൈപ്പ് 2 എറർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇനി അടുത്ത പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് തിയറി പറഞ്ഞു തന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എഫ് ടെസ്റ്റ്, അനോവ തുടങ്ങിയത് പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇനി തിയറീസ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.